ഇലക്ട്രീഷ്യൻ ട്രേഡിൻ്റെ പുതിയ സെക്ഷനിലേക്ക് നിങ്ങൾ ഏവരെയും സ്വാഗതം ചെയ്യുന്നു. ഈ സെക്ഷനിൽ നിങ്ങൾ പഠിക്കാൻ പോകുന്നത് റിലേയുടെ വിവിധ ഭാഗങ്ങൾ തിരിച്ചറിയുകയും പ്രവർത്തനം ഉറപ്പാക്കുകയും ചെയ്യുക എന്നതാണ്. ഈ സെഷനിൽ നിങ്ങൾക്ക് ഒരു ഇലക്ട്രോ മാഗ്നറ്റിക് റിലേയുടെ എക്സ്റ്റേണൽ കൺട്രോൾസും മറ്റ് പാർട്സും തിരിച്ചറിയുക, ഒരു സിംഗിൾ പോൾ ഓവർ കറന്റ് റിലേയുടെ പാർട്സ് തിരിച്ചറിയുക, ഒരു റിലേയുടെ പ്രവർത്തനം ഉറപ്പാക്കുക എന്നിവയാണ്. Electrician toolkit and equipments required. Electrician toolkit: multimeter, electromagnetic relay, 12 volt DC, single pole over current per earth fault relay with instruction manual. Safety precautions: ഒരിക്കൽ റിലേ ട്രിപ്പായി കഴിഞ്ഞാൽ ഫ്ലാഗ് റെഡ് ലൈനിലായിരിക്കും കാണിക്കുന്നത്. അതുമാത്രമല്ല, അത് ട്രിപ്പ് ഓഫ് ആവുകയാണെങ്കിൽ നമ്മൾ ലിവർ ഓപ്പറേറ്റ് ചെയ്ത് മാനുവലായിട്ട് റീസെറ്റ് ചെയ്യേണ്ടതാണ്. ഒരു കാരണവശാലും പൊടിയോ ചെറിയ പാർട്ടിക്കിൾസോ റിലേയുടെ ഉള്ളിൽ പോകാതെ നോക്കേണ്ടതാണ്. പിനിയനിലായിരിക്കും ഡസ്റ്റുകൾ പോയി ഡെപ്പോസിറ്റ് ചെയ്യുന്നത്. അത് ഡിസ്ക് മൂവ്മെന്റിനെ ബാധിക്കും. റിലേയിൽ പ്രൊജക്റ്റഡ് ആയിരിക്കുന്ന ഒരു ഭാഗങ്ങളും നമ്മൾ തൊടുകയോ ഓപ്പറേറ്റ് ചെയ്യുകയോ ചെയ്യരുത്. മൾട്ടിമീറ്റർ. കോഷൻ: നമ്മൾ മൾട്ടിമീറ്റർ യൂസ് ചെയ്യുമ്പോൾ സെലക്ടർ സ്വിച്ച് പ്രോപ്പർ മോഡിലാണെന്ന് നമ്മൾ ഉറപ്പുവരുത്തുക. വോൾട്ടേജ്, കറണ്ട്, റെസിസ്റ്റൻസ് എല്ലാം പ്രോപ്പർ റേഞ്ചിലാണെന്ന് നമ്മൾ നോക്കുക. അത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഒരിക്കലും ചെറിയ സൈസ് കേബിളുകൾ റിലേ കണക്ഷന് വേണ്ടി നമ്മൾ ഉപയോഗിക്കാതിരിക്കുക, അല്ലെങ്കിൽ ട്രിപ്പിംഗ് ഫോൾട്ട് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഓരോ ടെസ്റ്റിന് ശേഷവും കുറഞ്ഞത് 10 മിനിറ്റെങ്കിലും റിലേ കൂളാകാൻ നമ്മൾ അനുവദിക്കേണ്ടതാണ്. റിലേ പാർട്സ് വളരെ കെയർഫുൾ ആയിട്ട് നമ്മൾ കണക്ട് ചെയ്യുക. ഐഡന്റിഫൈ ദി എക്സ്റ്റേണൽ കൺട്രോൾസ് ആൻഡ് പാർട്സ് ഓഫ് ആൻ ഇലക്ട്രോമാഗ്നറ്റിക് റിലേ. ടൈം മൾട്ടിപ്ലയർ സെറ്റിംഗ്. ടൈം ഡിലേ പീരീഡ് ഡിറ്റർമൈൻ ചെയ്യുന്നത് മൾട്ടിപ്ലയർ ആണ്. അതായത് റിലേ ഓപ്പറേഷന്റെ ഡിലേ പീരീഡ് ഡിറ്റർമൈൻ ചെയ്യുന്നത് മൾട്ടിപ്ലയർ ആണ്. അതായത് ഡിസൈഡ് ടൈം സെറ്റിംഗ് സെലക്ട് ചെയ്യാനാണ് ഇത് ഉപയോഗിക്കുന്നത്. ഇത് സാധാരണ റെപ്രസെന്റ് ചെയ്യുന്നത് ന്യൂമറിക്കൽ വാല്യൂ ആയിട്ടോ അല്ലെങ്കിൽ ഡയൽ സെറ്റിംഗോ ആയിട്ടാണ്. ട്രിപ്പ് ഫ്ലാഗ്: ഇതൊരു സിഗ്നൽ അല്ലെങ്കിൽ ഇൻഡിക്കേഷൻ ആയിരിക്കും. അതായത് റിലേ ട്രിപ്ഡ് ആണ് അല്ലെങ്കിൽ ആക്ടിവേറ്റഡ് ആണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇത് ഓപ്പറേറ്റേഴ്സിനെ അലേർട്ട് ചെയ്യാനും സിസ്റ്റംസ് മോണിറ്റർ ചെയ്യാനുമാണ് കൂടുതലായി നമ്മൾ ഉപയോഗിക്കുന്നത്. റിലേ നമുക്ക് മനസ്സിലാക്കാനും സാധിക്കും. പ്രത്യേകിച്ച് എന്തെങ്കിലും ഒരു ഫോൾട്ടോ ഒരു അബ്നോർമൽ കണ്ടീഷനോ ഇലക്ട്രിക്കൽ സർക്യൂട്ടിൽ കാണിക്കുകയാണെങ്കിൽ അത് നമുക്ക് വളരെ എളുപ്പമായിരിക്കും. അലുമിനിയം റൊട്ടേറ്റിംഗ് ഡിസ്ക്. ഡിസ്ക് സ്പിൻഡിലാണ് മൂവിംഗ് കോണ്ടാക്റ്റിനെ ക്യാരി ചെയ്യുന്നത്. അതായത് ബ്രിഡ്ജസ്, 2 ഫിക്സ്ഡ് കോണ്ടാക്ട്സ്. അതെപ്പോഴാണ്? ഡിസ്ക് പ്രീസെറ്റ് ആംഗിളിലേക്ക് റൊട്ടേറ്റ് ചെയ്യുമ്പോഴാണ്. നമ്മളുടെ ഇഷ്ടത്തിനുള്ള ടൈം സെറ്റിംഗ് ഉപയോഗിച്ച് നമുക്കിതിനെ 0 ഡിഗ്രി മുതൽ 360 ഡിഗ്രിയിൽ എവിടെ വേണമെങ്കിലും സെറ്റ് ചെയ്യാവുന്നതാണ്. ആ രീതിയിൽ നമ്മൾ ഇതിന്റെ ആംഗിൾ സെറ്റ് ചെയ്യേണ്ടതാണ്. പെർസെൻറ്റേജ് ഫോൾട്ട്, ക്വാണ്ടിറ്റി, ടൈം, റെഫറൻസ്, ഡയൽ. ടാപ്പ് സെറ്റിംഗ് പ്ലഗ്. പ്ലഗ് സെറ്റിംഗ് ബ്രിഡ്ജിലേക്കാണ് ടാപ്പിംഗ് കണക്റ്റഡ് ആയിരിക്കുന്നത്. സോ നമ്പർ ഓഫ് ടേൺസ് ഇൻ യൂസ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കും. ആ രീതിയിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന കറന്റ് സെറ്റിംഗിലേക്ക് എത്താൻ സാധിക്കും. പ്ലഗ് ബ്രിഡ്ജ് സാധാരണയായി അറേഞ്ച് ചെയ്യുന്നത് 7 സെക്ഷൻസ് ഓഫ് ടാപ്പിംഗ് നൽകാൻ വേണ്ടിയിട്ടാണ്. അതായത് കറന്റ് റേഞ്ച് 50% നിന്ന് 200% ഉയർത്താനും അത് ഉപയോഗിക്കുന്നു. അതായത് ഇൻ സ്റ്റെപ്സ് ഓഫ് 25%. ഇൻപുട്ട് ഫോൾട്ട്, ക്വാണ്ടിറ്റി. ഇത് എക്സ്പ്രസ് ചെയ്യുന്നത് ലോഡ് കറണ്ടാണ്. കോണ്ടാക്ട് പ്ലഗ് ടെർമിനൽസ്. ഇത് ട്രിപ്പ് കോണ്ടാക്ട് സർക്യൂട്ട് ടെർമിനൽസ് ആണ്. ടേബിളിലെ കറന്റ് റേഞ്ചസിന്റെ ടാപ്പ് സെറ്റിംഗ് നമ്മൾ നോട്ട് ഡൗൺ ചെയ്തെടുക്കുക. ഡയലിൽ ഡിസ്പ്ലേ ആയിരിക്കുന്ന ഇൻഡിക്കേഷൻ നമ്മൾ അതും നോട്ട് ഡൗൺ ചെയ്യുക. കൂടെ മൾട്ടിപ്ലയർ നോക്കുക. അതായത് പെർസെൻറ്റേജ് ഓഫ് ഫോൾട്ട് കറണ്ടും ട്രിപ്പ് ടൈമിങ്ങും എല്ലാം നോട്ട് ചെയ്യുക. ശേഷം ട്രിപ്പിംഗ് ഫ്ലാഗ് ഇൻഡിക്കേറ്റർ നമ്മൾ ലൊക്കേറ്റ് ചെയ്യുക. അത് ഫ്രണ്ട് പാനലിലെ റീസെറ്റിംഗ് ലെവൽ പ്രൊവൈഡ് ചെയ്യാനായിട്ടാണ്. ഒരിക്കൽ ട്രിപ്പ് ആവുകയാണെങ്കിൽ ഫ്ലാഗ് ഒരു റെഡ് ലൈൻ ആയിരിക്കും കാണിക്കുന്നത്. അത് ട്രിപ്പായാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ലിവർ ഓപ്പറേറ്റിംഗ് നമ്മൾ മാനുവലായി റീസെറ്റ് ചെയ്യേണ്ടതാണ്. ടാപ്പ് സെറ്റിംഗ് 0.25 ആംബിയേഴ്സിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നതെങ്കിൽ PSM 3-ലായിരിക്കും സെറ്റ് ചെയ്തിട്ടുണ്ടാവുക. മൾട്ടിപ്ലയർ ഓഫ് ഫോൾട്ട് കറണ്ട് 7.5 ആംബിയറിലായിരിക്കും. ടൈം ഇൻ സെക്കൻഡ്സ് 18 സെക്കൻഡ്സിലായിരിക്കും. ഇനി നമുക്ക് കാൽക്കുലേഷൻ നോക്കാം. അതുപോലെ തന്നെ PSM 4 ആണെങ്കിൽ ഫോൾട്ട് കറണ്ട് 10 ആംബിയർ ആയിരിക്കും. ടൈം ഇൻ സെക്കൻഡ്സ് അറ്റ് 10.5 സെക്കൻഡ്സ് ആയിരിക്കും. അതുപോലെ തന്നെ PSM 6 ആണെങ്കിൽ മൾട്ടിപ്ലയർ ഓഫ് ഫോൾട്ട് കറണ്ട് 15 ആംബിയർ ആയിരിക്കും. ടൈം ഇൻ സെക്കൻഡ്സ് എന്ന് പറയുന്നത് 8.5 സെക്കൻഡ്സ് ആയിരിക്കും ട്രിപ്പ് ആവാൻ.
ഐഡന്റിഫൈ ദ ഇന്റേണൽ പാർട്സ് ഓഫ് എ സിംഗിൾ പോൾ ഓവർ കറണ്ട് റിലേ. റിലേയുടെ കോർണറിലുള്ള 4 നോബ്സ് നമ്മൾ ലൊക്കേറ്റ് ചെയ്ത് ലൂസ് ചെയ്യുക. അതിനുശേഷം ഫ്രണ്ട് കവർ നമ്മൾ റിമൂവ് ചെയ്യുക. ഫ്രണ്ട് കവർ നമ്മൾ മാറ്റിവെച്ച് നോബ്സ് എല്ലാം സേഫ് പ്ലേസിലാക്കുക. സ്പിൻഡിലിൻ്റെ ഏറ്റവും താഴെയുള്ള അലുമിനിയം ഡിസ്ക് നമ്മൾ ഐഡന്റിഫൈ ചെയ്യുക. കൂടാതെ സ്പിൻഡിലിൻ്റെ മുകളിലുള്ള ടൈം മൾട്ടിപ്ലയർ സെറ്റിംഗ് ഡിസ്കും നമ്മൾ ഐഡന്റിഫൈ ചെയ്യുക. ടൈം മൾട്ടിപ്ലയർ സെറ്റിംഗ് ഡിസ്കിലെ ഡിവിഷൻസ് നമ്മൾ ലൊക്കേറ്റ് ചെയ്യുക. അതെന്തിനാണെന്ന് വെച്ചാൽ ടൈം സെറ്റിങ്ങിനും കൂടാതെ നമ്മളത് ഉപയോഗിക്കുന്നത് സ്പിൻഡിലിൻ്റെ ഏറ്റവും മുകളിലുള്ള സ്പൈറൽ സ്പ്രിങ് ഐഡന്റിഫൈ ചെയ്യാനുമാണ്. ഇതെന്തിനാണ് ഉപയോഗിക്കുന്നതെന്ന് വെച്ചാൽ ഡിസ്കിനെ അതിൻ്റെ ഒറിജിനൽ പൊസിഷനിലേക്ക് തിരിച്ചെത്തിക്കാനാണ്, അതായത് ട്രിപ്പിങ്ങിന് ശേഷം. ഡിസ്കിൻ്റെ ഏറ്റവും മുകളിലുള്ള സ്പിൻഡിലിൻ്റെ കോണ്ടാക്റ്റ് നമ്മൾ ഐഡന്റിഫൈ ചെയ്യുക, അത് മൂവിങ് ആണോ എന്ന്. ഇതാണ് ട്രിപ്പിംഗ് സർക്യൂട്ടിനെ എനേബിൾ ചെയ്യുന്നത്. അതായത് 2 ടെർമിനൽ കോണ്ടാക്ട് പോയിന്റ്സും ഇതിനായി ഉപയോഗിക്കുന്നുണ്ട്, അതായത് സ്വിച്ച് ടു ട്രിപ്പ് സർക്യൂട്ട്. റെക്കോർഡ് ദ റീഡിങ്സ്. ശേഷം റിലേയുടെ ഫ്രണ്ട് പാനൽ അസംബിൾ ചെയ്യുക. ഇനി ഇന്റേണൽ പാർട്സ് ആൻഡ് ഫങ്ഷൻസ് ഓഫ് എ സിംഗിൾ പോൾ ഓവർ കറന്റ് റിലേ. അലുമിനിയം ഡിസ്ക്. ഈ ഡിസ്ക് സ്പിൻഡിലാണ് മൂവിംഗ് കോൺടാക്റ്റിനെ ക്യാരി ചെയ്യുന്നത്, വിച്ച് ബ്രിഡ്ജസ് 2 ഫിക്സ്ഡ് കോൺടാക്ട്സ്. അതെപ്പോഴാണ്? ഡിസ്ക് ഒരു പ്രീസെറ്റ് ആംഗിളിൽ റൊട്ടേറ്റ് ചെയ്യുമ്പോഴായിരിക്കും. ഈ ആംഗിൾ നമുക്ക് 0 ഡിഗ്രിക്കും 360 ഡിഗ്രിക്കും ഇടയിൽ ഏത് വാല്യൂവിൽ വേണമെങ്കിലും നമുക്ക് സെറ്റ് ചെയ്ത് വെക്കാവുന്നതാണ്. സോ അത് ഒരു ഡിസൈഡ് ടൈം സെറ്റിംഗ് നമുക്ക് പറയാം. അപ്പർ ഇലക്ട്രോമാഗ്നറ്റ്. അപ്പർ ഇലക്ട്രോമാഗ്നറ്റിന് 2 വൈൻഡിങ്സ് ഉണ്ടാവും. ഒന്ന് പ്രൈമറി ആണ്, അത് സെക്കൻഡറിയിലേക്ക് കണക്ട് ചെയ്തിട്ടുണ്ടാവും ഓഫ് ദി കറന്റ് ട്രാൻസ്ഫോമർ. സെക്കൻഡറി വൈൻഡിങ് ഇത് പ്രൈമറി വൈൻഡിങ് ലൈനിലേക്കായിരിക്കും കണക്ട് ചെയ്തിട്ടുണ്ടാവുക. ലോവർ ഇലക്ട്രോമാഗ്നറ്റ് അലുമിനിയം ഡിസ്കിന്റെ താഴെയായിരിക്കും ഉണ്ടാവുന്നത്. പ്ലഗ് ബ്രിഡ്ജ്. ഇതിന്റെ പ്ലഗ് സെറ്റിംഗ് ബ്രിഡ്ജിലേക്ക് ടാപ്പിംഗ്സ് കണക്റ്റഡ് ആയിരിക്കും, ബൈ വിച്ച് നമ്പർ ഓഫ് ടേൺസ് ഇൻ യൂസ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാനും സാധിക്കും. പ്രൈമറി വൈൻഡിങ് ഇത് പിക്കപ്പ് കറന്റ് കോയിൽസിന്റെ പാർട്സുകളാണ്. ട്രിപ്പ് സർക്യൂട്ട്. ഈ ടെർമിനൽസിലായിരിക്കും ട്രിപ്പിംഗ് സർക്യൂട്ടറി കണക്റ്റഡ് ആയിരിക്കുന്നത്. അസേർട്ടൻ ദി ഓപ്പറേഷൻ ഓഫ് ദി റിലേ. ഫിഗറിൽ കാണിച്ചിരിക്കുന്നത് പോലെ ഇലക്ട്രോമാഗ്നറ്റിക് റിലേ കണക്ട് ചെയ്യുക, എങ്കിലേ നമുക്കത് ഓട്ടോമാറ്റിക്കലി ഓണും ഓഫും ചെയ്യാൻ സാധിക്കുകയുള്ളൂ. പവർ സപ്ലൈയിലേക്ക് സർക്യൂട്ട് കണക്ട് ചെയ്യുക. അതിനുശേഷം സപ്ലൈ ഗ്രാജുവലായി ഇൻക്രീസ് ചെയ്യുക. സർക്യൂട്ടിലൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ട് സർക്യൂട്ടിന്റെ റേറ്റഡ് വാല്യൂവിലേക്ക് റീച്ച് ആവുകയാണെങ്കിൽ ഇലക്ട്രോമാഗ്നറ്റ് ഓഫ് ദി റിലേ കംപ്ലീറ്റ് ആയി എക്സൈറ്റ് ആവുന്നതായിരിക്കും. അതിനുശേഷം അയൺ കോറിനെ ഇലക്ട്രോമാഗ്നറ്റ് അട്രാക്ട് ചെയ്യും. അങ്ങനെ വന്നാൽ NO അല്ലെങ്കിൽ NC കോൺടാക്ട് സ്വിച്ച് ഓൺ അല്ലെങ്കിൽ ഓഫ് ആക്കും. എന്തിനാണ്? എക്സ്റ്റേണൽ സർക്യൂട്ട് കണക്റ്റഡ് ടു ഇറ്റ്. റിലേയുടെ ട്രിപ്പിംഗ് കറണ്ട് വായിച്ച് അത് റെക്കോർഡ് ചെയ്യുക. സപ്ലൈ ഗ്രാജുവലി 0യിലേക്ക് റെഡ്യൂസ് ചെയ്യുക. ശേഷം പവർ ഡിസ്കണക്ട് ചെയ്യുക. നോട്ട്: റേറ്റഡ് കറണ്ട് ഓഫ് 200 മില്ലി ആംപിയേഴ്സ് റിലേ എക്സൈറ്റ് ചെയ്യിക്കുന്നതാണ്. വോൾട്ടേജ് 9 വോൾട്ട്സിലേക്ക് ഡിക്രീസ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ 120 മില്ലി ആംപിയേഴ്സിലേക്ക് കറണ്ട് എത്തുന്ന സമയത്ത് കോയിൽ കറണ്ട് ഇൻസഫീഷ്യൻ്റ് ആണെങ്കിൽ അത് റിലേ കോയിലിനെ ചാറ്റർ ചെയ്യിക്കുന്നതാണ്. സോ അത് ഫുള്ളി സ്റ്റേബിൾ ആയിരിക്കില്ല, അല്ലെങ്കിൽ അൺസ്റ്റേബിൾ കണ്ടീഷനിലായിരിക്കും എന്ന് നമുക്ക് പറയാൻ സാധിക്കും. റീക്യാപ്പ്: ഈ സെക്ഷനിൽ നിങ്ങൾ ഇലക്ട്രോമാഗ്നറ്റിക് റിലേയുടെ എക്സ്റ്റേണൽ കൺട്രോൾസും മറ്റ് പാർട്സും തിരിച്ചറിയുവാനും സിംഗിൾ പോൾ ഓവർ കറന്റ് റിലേയുടെ പാർട്സ് തിരിച്ചറിയുവാനും റിലേയുടെ പ്രവർത്തനങ്ങൾ ഉറപ്പാക്കുവാനും പഠിച്ചു കഴിഞ്ഞു. ഇന്നത്തെ സെഷനിലെ കൺസെപ്റ്റുകൾ മുഴുവൻ നിങ്ങൾക്ക് പൂർണ്ണമായും മനസ്സിലായി എന്ന് പ്രതീക്ഷിക്കുന്നു. അടുത്ത സെക്ഷനിൽ മറ്റൊരു കൺസെപ്റ്റുമായി വീണ്ടും കണ്ടുമുട്ടാം. നന്ദി.